ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഒരു 10-12 ദിവസത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ വീണ്ടും നാളെ കളത്തിലിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നാളെ സൂപ്പർ കപ്പാണ് കളിക്കാൻ പോകുന്നത്. സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമാണ് നാളെ. അപ്പോൾ സൂപ്പർ കപ്പൊക്കെ ഇന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് ഹൈദരാബാദ് FC മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ 3-2 വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി മോഹൻ ബഗാൻ്റെ മത്സരമുണ്ട്. അപ്പോൾ നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. നാളെ ഐ ലീഗ് സൈഡായ ഷിലോങ് ലെജോങ്ങിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം വരുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ സീസണിൻ്റെ പാതി കഴിഞ്ഞപ്പോൾ നമ്മൾ ടേബിൾ ടോപ്പായിട്ടാണ് ഇപ്പോൾ ISL നിലവിൽ നിൽക്കുന്നത്. അവസാനത്തെ 3 മത്സരം ക്ലീൻ ഷീറ്റോടെയാണ് നമ്മൾ വിജയിച്ച് മുന്നേറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻറ്റ് തന്നെ ഈ സൂപ്പർ കപ്പിലും കാണിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മുമ്പത്തെ നമുക്ക് അറിയാവുന്നതാണ്, ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും സൂപ്പർ കപ്പായാലും ഡുറൻഡ് കപ്പായാലും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. കളി കണ്ട എല്ലാവർക്കും അറിയാം, അത്രയും നിരാശപ്പെടുത്താറാണ് പതിവ് സൂപ്പർ കപ്പിലും അതുപോലെ തന്നെ ഡുറൻഡ് കപ്പിലും. ഇപ്പോൾ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. എങ്ങനെയാലും മെയിൻ സ്ക്വാഡ് തന്നെയാണ് ഇതിൽ കളിക്കാൻ പോകുന്നത്. ഇത്തവണയെങ്കിലും കാര്യമായിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കും. ആ ഒരു ഇന്ത്യൻ ഇപ്പോൾ നിലവിൽ നമ്മൾ ആ ഒരു ടോപ്പ് ടാബിലൊക്കെ നിൽക്കുകയാണ്, അത്രയും ടോപ്പ് ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഫോം തന്നെ തുടരാൻ വേണ്ടി ഈ സൂപ്പർ കപ്പിലും അതേ ഒരു നല്ല രീതിയിൽ തന്നെ ആ ഇൻറ്റൻറ്റോടെ കളിക്കുക എന്ന് തന്നെയാണ്. ആ കപ്പടിക്കുക, പിന്നെ അതുപോലെ തന്നെ സൂപ്പർ കപ്പ് അടിച്ച സൂപ്പർ കപ്പ് വെറുതെ ഒരു ഫ്രണ്ട്ലി ഗെയിം അല്ല. സൂപ്പർ കപ്പ് അടിച്ചാൽ നമുക്ക് AFC കപ്പിലേക്ക് അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് നേടാൻ സാധിക്കും. നിലവിൽ നല്ല ഫോമിലാണ് നമ്മളെ പ്ലേയേഴ്സൊക്കെ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് നേടാൻ കഴിയുന്നതേ ഉള്ളൂ സൂപ്പർ കപ്പൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സൂപ്പർ കപ്പ് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നാളത്തെ മത്സരത്തോട് അറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻറ്റൻറ്റ് എങ്ങനെയാണ് മത്സരത്തിനോടുള്ള ഒരു പെരുമാറ്റം എന്നുള്ളത്. നാളത്തെ മത്സരത്തോടു കൂടി നമുക്ക് മനസ്സിലാവും വിജയിക്കാൻ വേണ്ടി തന്നെയാണോ അതോ വെറുതെ ഒരു പ്രാക്ടീസ് മാച്ച് പോലെ തന്നെയാണോ കാണുന്നതൊക്കെ നാളത്തെ മത്സരം കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നാളത്തെ നമ്മുടെ എതിരാളികളിലേക്ക് വരികയാണ് ഷിലോങ് ലെജോങ്. ഐ ലീഗിൽ ഇപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. നിലവിൽ 11 മത്സരം കഴിഞ്ഞപ്പോൾ അവർ 5ാം സ്ഥാനത്തുണ്ട് 19 പോയിൻറ്റോടെ. പിന്നെ അത് നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്തുള്ള ടീമിനും 20 പോയിൻ്റുള്ള 1 പോയിൻറ്റിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ അത്രയും മികച്ച ഫോമിലാണ് അവർ. 11 മത്സരം കഴിഞ്ഞപ്പോൾ 5 വിജയം 4 സമനില 2 തോൽവികളാണ് അവർക്കുള്ളത്. അവർ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല. അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ്. അപ്പോൾ എന്താവും എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയണം. പിന്നെ അതുപോലെ തന്നെ ഇന്നത് സ്ക്വാഡൊക്കെ വന്നപ്പോൾ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ജീക്സൺ സിംഗ് ഒക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇഞ്ചുറി കഴിഞ്ഞ് താരം ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജീക്സൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിപിൻ മോഹനൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. താരത്തിന് ഇഞ്ചുറി ആയിരുന്നു, താരവും അതിലുണ്ട്. അപ്പോൾ അതൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയ പ്ലേയേഴ്സിനെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ AFC ഏഷ്യൻ കപ്പിൻ്റെ 3 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളെ കടന്നിട്ടില്ലെങ്കിൽ, ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അവർ തിരിച്ചു വരും. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തും സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അവരെ നമുക്ക് കളിപ്പിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ടാവും. എങ്ങനെയാലും ആ താരങ്ങളെയും സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെയും ഇഷാൻ പണ്ഡിറ്റേയും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും രാഹുൽ KP ഒക്കെ സ്ക്വാഡിലുണ്ട്. അപ്പോൾ തിരിച്ചു വന്നാൽ അവർക്കും കളിക്കാം. നമ്മൾ ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ ക്വാളിഫൈ ആവണം, അല്ലെങ്കിൽ അവർ കളിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല ടീമൊക്കെ ആയിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോകുന്നത്. എങ്ങനെയാലും നമുക്ക് കപ്പടിക്കാൻ കഴിയട്ടെ, അത് തന്നെയാണ് പ്രാർത്ഥന. അപ്പോൾ നാളത്തെ മത്സരം എന്താവുമെന്ന് കണ്ടാലും നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഒരു പ്രോബബിൾ ലൈനപ്പ് എങ്ങനെയാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.